ഇതിൽ തുടങ്ങിയ ജീവിതമാണ്, ലവ് സ്റ്റോറിയാണ്. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതിന് കൺഗ്രാലേഷൻ. PK ഫിലിമില് മറ്റേ നമ്മുടെ അമീർ ഖാൻ യൂസ് ചെയ്തേക്കണ സെറ്റ് തന്നെയാട്ടോ. എത്ര വീട് തെണ്ടി കിട്ടിയതായത് പറ, എത്ര വീട് തെണ്ടി കിട്ടിയതാ? എന്താണെങ്കിലും 130 വീടെന്ന് പറയാം. ആ കാലത്തെ വാക്മാനാണ് ഇത്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്രേസ് ആണല്ലേ. ശരിയാ. ഇത് ഇന്ത്യൻ കാസറ്റുകളുടെ റിബണിനൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഇംഗ്ലീഷ് കാസറ്റുകളുടെ റിബൺ, കുഞ്ഞിരാമായണം, അതൊക്കെ ഓർക്കുമ്പോ അവരവർക്ക് ഇതൊക്കെ നുണയാണ്. നല്ല കേട്ടോ, അങ്ങനെ ഒരു ബാല്യമുള്ള കുറെ ആളുകളുണ്ട്. അതൊരു നല്ല രസമുള്ളതായിരുന്നു. അതിന്റെ ഒരു നോസ്റ്റ്, ഒരു ഓർമ്മയുടെ ഒരു ഭാഗമാണ്. അത് ഫുള്ളായിട്ട് പാടണവനാ കാലത്ത് രാജാവായിരുന്നു. സത്യം, ഇത് ഫുള്ളായിട്ട് പാടുന്നവൻ അന്നത്തെ കാലത്ത് രാജാവായിരുന്നു. റെനോൾഡ്സിന്റെ പേന, എന്റെ ദൈവമേ. ഇത് കാസറ്റ് കറക്കലല്ല അന്നത്തെ മെയിൻ. നല്ല സ്യൂട്ട് ആവണ പേന വേറെ ഇല്ല. സത്യം. ഇങ്ങനെ കറക്കും. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വരുള്ളൂ, ഓർമ്മ വരും. അവരെല്ലാം ഇതിന്റെ അടിയിൽ ഒരു കമന്റ് വിട്ടിരിക്കും. ഞാൻ ഉറപ്പ് പറയാം. എന്നോട് ഇൻട്രസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫീല് തോന്നില്ല. 90s ആൾക്കാണ് അതിന്റെ ഒരു പവർ അറിയുള്ളൂ. പുഷ്പ സിനിമയില് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അല്ലു അർജുനെ പോലെ ഒരു മുറി നിറയെ പഴയ ആൻറ്റി കളക്ഷൻ കൊണ്ട്, അതായത് ടേപ്പ് റെക്കോർഡർ, അങ്ങേ സൈഡിൽ പോയാൽ ക്യാമറ, ഇപ്പറേ പോയ കാസറ്റ്, ഇപ്പറേ ഇവിടെ വന്നു കഴിഞ്ഞാൽ CD-യുടെ വലിയ CD, അങ്ങനെ കുറേ ഉണ്ട്. ഒരു മുറി നിറയെ. ഇന്നത് മുറി നിറയെ ഉള്ളത് ആളുകൾക്കും കൂടെ വിട്ടുകൊടുത്തേക്കുമാണ്. ഫസ്റ്റ് ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ്? അത് ഏതായിരുന്നു? അത് ആ ടേപ്പ് റെക്കോർഡർ ഏതായിരുന്നു? ഇതോ? ഇത്. ഇതിൽ തുടങ്ങിയ ജീവിതമാണ്, ലവ് സ്റ്റോറിയാണ്. ഇന്നിപ്പം ഭയങ്കര ഒരു മുറിയുടെ ഭിത്തിയിൽ നിറച്ച് ഇവരുടെ വാർത്തകൾ കൊണ്ടുള്ള ഒരു ഗംഭീര സാധനമായിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓള് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതിന് കൺഗ്രാലേഷൻ. പുഷ്പ സിനിമ കണ്ടിരുന്നോ? അതല്ലേ തന്നെ, പുഷ്പയിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അല്ലു അർജുൻ ആയിരുന്നു. അപ്പൊ അതുപോലെ അവരല്ലോ റിയൽ ലൈഫിൽ അല്ലുമാരൊക്കെ ഉണ്ടെന്ന്. ഇത് എവിടെന്നാ ഇത് ആദ്യം ഫസ്റ്റ് കളക്ട് ചെയ്തേ? ഇത് 2022 മാർച്ചിലായിരുന്നു വൈഫിന്റെ ബർത്ത്ഡേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പല സാധനങ്ങൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കണേന്ന് അന്വേഷിച്ച് നടന്നപ്പോ ഒരു ആലുവയിലെ ഒരു ആന്റിക് ഷോപ്പിൽ വന്നെത്തി. അപ്പൊ ആന്റിക് ഷോപ്പിൽ നിന്ന് അന്ന് ഇങ്ങനെ കണ്ടപ്പോ ഒരു റേഡിയോ കൊടുത്ത എങ്ങനെ ഉണ്ടായിരിക്കും, കാരണം ഇതൊരു 76 മോഡലാണ്. റേഡിയോ പ്ലസ് കാസറ്റ് ഇടാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ വർക്കിംഗ് കണ്ടീഷൻ അല്ലേ? എല്ലാം വർക്കിംഗ് കണ്ടീഷൻ. ഇത് എവിടെ തുറക്കുന്നു? തുറക്കണ ചെയ്ത് ഇതിങ്ങനെ കണ്ടപ്പോ നമുക്ക് എന്താ പറയാ, ഒരു സാധനം കൂടെ കാണിച്ചു തരാം. അവിടെ നിന്ന് ഒരു കാസറ്റ് എടുത്തു. ഇത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പണ്ട് ഇടുന്നതായിരുന്നു, മറന്നുപോയി. ഇങ്ങനെ തന്നെയല്ലേ? യെസ്. മറ്റേ സിനിമയ്ക്കകത്ത് ഒരു പടത്തിനകത്ത് പറയുന്ന പോലെ എന്തോ ഒന്ന് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്നാ പറഞ്ഞ അതുപോലെ. ഇത് കുത്തണോ സ്വിച്ചൊക്കെ? ആണോ? ഇത് എത്രയിലെ വർഷം എത്രയാന്നാ പറഞ്ഞേ? ഇത് 76. ഈ ഒരു സെറ്റ് എനിക്ക് അന്ന് ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ PK ഫിലിമില് മറ്റേ നമ്മുടെ അമീർ ഖാൻ യൂസ് ചെയ്തേക്കണ സെറ്റ് തന്നെയാട്ടോ. ഓക്കെ, ശരിയാണ്. PK സിനിമയിൽ ആ റേഡിയോ കൊണ്ട് വരുന്ന ആ റേഡിയോ ആണല്ലേ? ഓക്കെ. ഈ ഒരു ഒറ്റ റേഡിയോയിൽ തുടങ്ങിയ ഈ കളക്ഷൻ റേഡിയോ പ്ലസ് ടേപ്പ് റെക്കോർഡർ ആണ് കേട്ടോ, അല്ലേ? അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. 130 റേഡിയോസ് ആണ്. ഈ റേഡിയോസ് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്ന് എത്ര വീട് തെണ്ടി കിട്ടിയതായത് പറ, എത്ര വീട് തെണ്ടി കിട്ടിയതാ? എന്താണെങ്കിലും 130 വീടെന്ന് പറയാം. 130. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൺലൈൻ സൈറ്റുകൾ അങ്ങനെയൊന്നും അല്ല കളക്ട് ചെയ്തത് എല്ലാം. കാരണം അത് ഒരുപാട് വിലയാ. അപ്പൊ ഞാൻ പല വീട് ഇങ്ങനെ ബന്ധം വെച്ചാണ് കിട്ടിയത്. ഒരാളുടെ അടുത്ത് നിന്ന് മേടിക്കുമ്പോ ആ കാലത്ത് ഈ സെറ്റുകളെല്ലാം ആദ്യം പറയട്ടെ, എല്ലാം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റുകളാണ്. അതായത് ഇന്ത്യൻ മെയ്ഡ് ഒന്നുമില്ല. പഴയ കാലത്ത് ഗൾഫിലുള്ള ആൾക്കാർ നാട്ടിയിട്ട് അപ്പൊ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമുള്ളൂ. ബാക്കിയെല്ലാം പുറത്തെ ജപ്പാൻ മെയ്ഡ് ആണല്ലോ. അപ്പൊ അത് തന്നെയാണ് എന്റെ ഒരു ക്വാളിറ്റി ഉള്ള സാധനം. ഇപ്പോഴും വർക്ക് ചെയ്യണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്നത്തെ ഒരു പ്രോഡക്റ്റ് ലൈഫ് ലോങ് ആണ്. ലുക്ക് കണ്ടപ്പോ നിങ്ങൾ ഒരു ആളൊരു എഴുത്തുകാരനോ ഇങ്ങനെ ആന്റിക് പ്രേമിയാണോ എന്ന്? കഷിയുടെ മേഖല എന്ന് പറഞ്ഞാൽ IT ആണ് അല്ലേ? ഒരു മറ്റേ പണ്ട് പറയുന്ന പോലെ ബീഫും ഏത്തപ്പഴം പോലുള്ള കോമ്പിനേഷൻ. ഇപ്പൊ അത് നല്ല കോമ്പിനേഷനാ. എങ്ങനെയാണ് ഒരു IT പ്രൊഫഷൻ ഇതിന് സമയം കണ്ടെത്തി ഇത്രമാത്രം ഒരു നൊസ്റ്റാൾജിയ? നമ്മളൊക്കെ 90കളുടെ വസന്തം എങ്ങനെയാണ് ഇങ്ങനെ? അതെന്ന് പറഞ്ഞാൽ 90s ഒരു എന്താ പറയാ, ടീനേജ് ആയിട്ടുള്ള ആളുടെ എല്ലാവരും ഒരു
ഡ്രീം ഡിവൈസ് ആണ് ടേപ്പ് റെക്കോർഡർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണ് ഞാൻ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ പാട്ടൊക്കെ കേൾക്കും. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ 2024 ഇവിടെ ചെയ്തത്. അതായത് ആ കാലത്തെ ഒരുപാട് ഡ്രീം ഡിവൈസായ ടേപ്പ് റെക്കോർഡറാണ് നമ്മുടെ ഇവിടെ മെയിൻ അട്രാക്ഷൻ. ഇതിനകത്ത് കാണിക്കാൻ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പലതിൻ്റെയും പേരറിയില്ല, പക്ഷെ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉള്ളത് വീട്ടിലേതാണ്ട് വലിയ അന്തസ് പോലെയല്ലേ, അതായത് വലിയ സാധനം. ടേപ്പ് റെക്കോർഡിന്റെ ഒരു അവസാന കാലാണ്, 2000 മുമ്പ് വരെ ഉള്ളൂ. അല്ല നമ്മളൊക്കെ അതൊക്കെ ഉള്ള വലിയ സാധനം. അതായത് നമ്മുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിലെ റേഡിയോ യന്ത്രമുണ്ട് ഇത്രയുള്ള, അത് ചെറുതെന്ന് പറഞ്ഞിട്ട് ഇത്രയും വരുമ്പോഴല്ലേ നമുക്കൊക്കെ ഒരു അന്തസ്. എന്താ പറഞ്ഞ ഡിജിറ്റൽ ഡിവൈസിന്റെ വരവോടുകൂടി നമ്മുടെ ഈ അനലോഗ് റേഡിയോകൾ അല്ലെങ്കിൽ ഇതെല്ലാം എല്ലാ വീടുകളിൽ നിന്നും തള്ളി തുടങ്ങി. അപ്പൊ നമ്മളെ പോലെയുള്ള ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ അത് കളക്ട് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കണേ. ഒരു 10 വർഷത്തിന് ശേഷം ഇതിന്റെ മൂല്യം ഭയങ്കരമായിരിക്കും. അത് ശരിയാ, കാരണം ഞാനൊന്ന് കളക്ട് ചെയ്ത പോലെയല്ല ഞാനിപ്പോ കളക്ട് ചെയ്യണില്ല കേട്ടോ. ഞാനൊരു 1 ഇയറാ കളക്ട് ചെയ്ത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കളക്ട് ചെയ്ത് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഒരു സാധനം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡെഡ് ആയിട്ടിരിക്കണ കണ്ടാൽ നമുക്ക് തന്നെ വിഷമമാണ്. അപ്പൊ നമ്മളത് മേടിച്ച് അത് സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി വെക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കളക്ട് ചെയ്ത് എനിക്കത് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇല്ല, 1 ഇയറിലാണ് പരിപാടി. എനിക്ക് തോന്നുന്നു ഇതാണോ, ഇതിലല്ലേ മറ്റേ ഇട്ടിട്ട് ചെവിയിൽ വെച്ചിട്ട് പിന്നല്ല, അത്ര ക്വാളിറ്റിയാണ് ആ കാലത്തെ വാക്മാനാണ് ഇത്. ജസ്റ്റ് ബാറ്ററി ഇട്ട് ഹെഡ്സെറ്റ് ഇവിടെ ഉണ്ട്, ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം അല്ലേ. അതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതിങ്ങനെ പോകുമ്പോ യാത്രക്കൊക്കെ പോകുമ്പോ ഭയങ്കര ഇതാണ്, ഭയങ്കര ജാടയാണ്. ഹെഡ്സെറ്റുകളാണ്. ഓ ഇതിന്റെ തന്നെ ഹെഡ്സെറ്റ് ആണോ? ഇത് പക്ഷെ സിനിമയിലാണ് കണ്ടേക്കുന്നത്, ഇങ്ങനെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ വെച്ചോണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട് ഇവിടെ. ഇത് തന്നെ ചേടാ എല്ലാം ഉണ്ടല്ലേ. ഇത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്രേസ് ആണല്ലേ. ഒരു നമ്മളിപ്പോ ബന്ധം വഴിയാ ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ച് മേടിക്കണോ അതോ നേരിട്ട് ചെന്ന് കാണുമായിരുന്നോ? അല്ല, എല്ലാം പോയി നമ്മൾ മേടിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരു ചേട്ടൻ ഇപ്പൊ പറയാണ് എൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു വീട്ടില് സാധനം ഉണ്ടായിരുന്നു, നീ അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് പറയും. അപ്പൊ ആ ചേട്ടൻ കണക്ട് ചെയ്തിട്ടുണ്ടോന്ന് ഓക്കെയാണ്, ഉറപ്പാണെങ്കിലേ നമ്മൾ പോകുള്ളൂ. അപ്പൊ അവര് തരില്ല എന്ന് പറഞ്ഞാൽ നമ്മള് പോവില്ല. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിൽ അവര് തരുമെന്ന് തോന്നണില്ല. ആ കാലത്ത് ഇത് ഇത്ര ഡിമാൻഡ് ആയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ പല OLX അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ ചെന്ന് ഇതിന്റെ ഒരു റേറ്റ് നോക്കി അറിയാം എത്രയാണെന്ന്. ശരിക്കും ഈ വീട് നല്ല സേഫ്റ്റി ആവേണ്ടേ, ഇവിടെ ഏറ്റവും കൂടുതൽ വില മൂല്യമുള്ള ഒരു പ്ലേസ് അല്ലേ ഇത്. ഇപ്പൊ ഇല്ല, ഒരു 10 കൊല്ലം കഴിയുമ്പോ ചിലപ്പോ നല്ല മൂല്യമായിരിക്കും. നല്ല മൂല്യമായിരിക്കും. നമ്മുടെയൊക്കെ ഈ നാടുകളിൽ പരിപാടിയൊക്കെ വരത്തില്ലേ, അത് പ്ലേ ചെയ്തിട്ട് ഡാൻസ് കളിക്കാം, കളിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ പോയി സ്വിച്ച് ചെയ്യും. അങ്ങനത്തെ ഇപ്പൊ റെക്കോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഇപ്പൊ ഈ ആ ബ്ലൂ കാസറ്റുകളൊക്കെ റെക്കോർഡഡ് കാസറ്റുകളാണ്. അപ്പൊ അതില് ഇപ്പൊ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെയിൻ ഡിവൈസ് ആണ് കാസറ്റ്. അപ്പൊ എനിക്കിങ്ങനെ പല ലോട്ട് പാലക്കാട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് വന്നേക്കണം. അപ്പൊ അങ്ങനെ ഒരു കാസറ്റ്, അല്ല ഒരുപാട് കാസറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാസറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ആള് സംസാരിക്കണം, അതായത് ഭാര്യയ്ക്ക് കൊടുത്തേക്കണ ഒരു ഓഡിയോ കാസറ്റ്. അതിൻ്റെ അകത്തുണ്ട് ക്രിക്കറ്റ് റെക്കോർഡുണ്ട്, സിനിമ റെക്കോർഡുണ്ട്, പിന്നെ അന്നത്തെ സ്റ്റേജ് ഷോ റെക്കോർഡ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാസറ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അസംഷനിലാണെങ്കിൽ ഒരു 85 to 90 ഇടയ്ക്ക് പുള്ളി ഖത്തറിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ പുള്ളി അവിടെ തന്നെ ജോലി പോണ സമയത്ത് ഭാര്യയ്ക്ക് ഓഡിയോ അയച്ചേക്കണേ. അപ്പൊ ഈ ഒരു കാസറ്റ് ഇത്ര 40 കൊല്ലം കഴിഞ്ഞ് എനിക്ക് കിട്ടണേ. അപ്പൊ അത് എനിക്കിങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര അത്ഭുതം. ഇത് ഇവര് ചിലപ്പോ ഈ കാസറ്റ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഒരു സംശയം. അവര് ഒറിജിനൽ ഓണർ വൈഫ് കേട്ടു. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊക്കെ ആണെങ്കിലും കാസറ്റ് റൈറ്റ് ചെയ്യിക്കാൻ കൊണ്ടു, അതായത് സിനിമ പാട്ടിന് ചേട്ടാ ഈ പാട്ടിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ, അടുത്ത പാട്ടിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ. ഇതൊക്കെ കാണുമ്പോ എനിക്കൊക്കെ സ്കൂളിലെ കോളേജിലെ നമ്മുടെ അല്ല സ്കൂളിലെ അത് തന്നെയാണ് നമ്മുടെ ഇതിന്റെ ഒരു ആസ്വാദന രീതി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നെക്സ്റ്റ് അടിച്ച് അടുത്ത പാട്ടിട്ട് പോകും, എല്ലാം സ്പോട്ടില്ല. അന്നെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കാസറ്റ് മേടിച്ചുകൊണ്ട് വന്ന് അത് പ്ലേ ചെയ്തിരിക്കുക, ആ പാട്ടിനായിട്ട് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആസ്വാദന രീതി തന്നെ ഡിഫറെന്റ്. അതാണ് ആ പാട്ട്. ഇത് കാണാനേ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ചെറുപ്പക്കാര് പിള്ളേര് അതെന്ന് വെച്ചാൽ അവർക്കത് അറിയില്ല. നമ്മളിപ്പോ പറയുമ്പോ നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ആണ്. ഒരുപാട് നോസ്റ്റൂസ് വരും. അതെ, എന്തായാലും 90s ആളുകൾക്കാണ് പിന്നെ ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇതില് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് 130 ഇത് മൊത്തം. പിന്നെ ഈ വീടിന്റെ മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഇത് വെച്ചു, ഇതും വെച്ചു.
ഇതൊക്കെ സൂക്ഷിച്ച ഒരാൾ വിൽക്കണ സാധനമാണ്, നമ്മളത് ഒരിക്കലും നശിപ്പിക്കരുത്. ഈ പറഞ്ഞ ഈ സെക്ഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ച് മുമ്പ് എടുത്തിരുന്നു കാസറ്റ്. അത് നമ്മളെ ടേപ്പ് റെക്കോർഡർ മാത്രം പോലെ അതിൽ പാട്ട് കേൾക്കണമല്ലോ. അത് നേരാ, ടൈറ്റാനിക് ഇരിപ്പുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ആ കാലത്ത് എനിക്ക് എല്ലാവരും മലയാളം കാസറ്റ് കളക്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാനത് കണ്ട് ഇംഗ്ലീഷ് കാസറ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഓഹോ, പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാസറ്റിന്റെ ക്വാളിറ്റി തന്നെയാട്ടോ. ഇപ്പോഴും അത് ഇട്ടാല് ഭയങ്കര, അതായത് ഇന്ത്യൻ കാസറ്റുകളിലെ റിബണിനൊക്കെ ക്വാളിറ്റി ഉണ്ട് ഇംഗ്ലീഷ് കാസറ്റുകളിലെ റിബൺ. ഓക്കെ ഓക്കെ. ഇതും എങ്ങനെയാണ് ഇതും എങ്ങനെയാ എടുത്തത്? ഇത് അതുപോലെയല്ല, ഇത് പല കച്ചവടക്കാരുടെ കയ്യിന്നൊക്കെയാണ് കാസറ്റുകൾ കിട്ടുള്ളൂ. ഒരു കാലത്തെ നമ്മൾ ഈ കാസറ്റ് കട നടത്തുക പറഞ്ഞ സംഭവമാണ്. അതായത് കാസറ്റുകളുടെ മുമ്പിൽ തന്നെ നിൽക്കാൻ ഒരു കുളിരാ. എന്നിട്ട് ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 7ൽ 8ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ CD മറ്റേ CD പ്ലെയർ ഒരു വീട്ടുകാരെടുക്കും. അത് വാടകയാ, അതിന് 4-5 പേര് ചേർന്ന് എടുക്കുന്നേ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ 5-6 കാസറ്റ് എടുത്തോണ്ട് വന്ന്, ആദ്യകാലങ്ങളിൽ കാസറ്റ്, CD പ്ലെയറിന് മുന്നേ കാസറ്റ് ഉണ്ടായിരുന്നു, കാസറ്റ് പ്ലെയർ ഉണ്ട്, അതിടുന്നു. ആ നാട്ടുകാരെല്ലാം വരുന്നു കാണുന്നു. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തെങ്കാശിപ്പട്ടണം കണ്ട് കുട്ടുകൂടാ ചിരിച്ചിട്ട് കൊച്ചു പിള്ളേരുണ്ട് വിട്ടിട്ട് ഓടിയതൊക്കെ കണ്ട് അമ്മാതിരി, മനസ്സിലായോ? അത്ര നൊസ്റ്റു ഉണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതെങ്ങനെ മനസ്സിലാവുന്ന അറിയില്ല. കണ്ണിൽ തെളിയുവാ. ഈ പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ ഞങ്ങളുടെ കടയില് ഈ നമ്മള് പാട്ടിട്ടിട്ട് ഓളിയത്തി വെക്കും. എന്തോ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഭയങ്കര രസമായിരുന്നു. ചില കാസറ്റൊക്കെ എന്റെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ആ കാലത്ത് വെച്ച കാസറ്റുകൾ ഇപ്പൊ പറഞ്ഞ തെങ്കാശി പട്ടണം, ആ കാലത്തെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു CD. ഞങ്ങളുടെ വീട്ടിൽ എന്റെ ചേട്ടായിട്ട് എടുത്ത് കുറെ CD ഉണ്ട്. നമ്മള് സ്വന്തമായിട്ട് CD പ്ലെയർ മേടിച്ചു. അതിനുശേഷമാണ് ഈ കേബിൾ വരുന്നത്. CD പ്ലെയർ ആയിരുന്നു അന്ന്. ആന്റിന കഴിഞ്ഞിട്ട് കാസറ്റ് പ്ലെയർ കഴിഞ്ഞിട്ട് CD പ്ലെയറിന്റെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ CD കുറെ ഉണ്ടായിരുന്നു. ഈ CD-യുടെ ഒക്കെ കഥ പറയുമ്പോ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്റ്റക്കായി നിന്ന ചരിത്രം എനിക്കില്ല, സത്യമായിട്ട് എനിക്കില്ല. ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും. ഓക്കെ, അല്ല ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അത് സിനിമയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും വാഴ സിനിമയ്ക്കകത്താണ്. വേറെ ഏതോ സിനിമയില് കുഞ്ഞിരാമായണം, അതൊക്കെ ഓർക്കുമ്പോ അവരോർക്കും ഇതൊക്കെ നുണയാണ്. നല്ല കേട്ടോ, അങ്ങനെ ഒരു ബാല്യമുള്ള കുറെ ആളുകളുണ്ട്. അതൊരു നല്ല രസമുള്ളതായിരുന്നു. അതിന്റെ ഒരു നോസ്റ്റ്, ഒരു ഓർമ്മയുടെ ഒരു ഭാഗമാണ് ഇത്. ഇതിനകത്ത് അല്ലെ സാജൻ പഴയ ഇതൊക്കെ ഹിന്ദികളാണ്. 90s മസ്തൊക്കെ ഓർക്കണ്ടോ? രംഗീല ഇതൊക്കെ ഒരു കാലത്തെ എന്താ നിറം അല്ലേ? ഓക്കെ. ഇത് ഒറ്റ CD തന്നെ പല ഇതായിട്ടുണ്ട്, ഒറ്റ കാസറ്റ് തന്നെ. അനിയത്തിപ്രാവ്, സത്യം ഓഡിയോസ്. അതിന് മുന്നേ ഒരു രസമുണ്ട്. ഈ ഓഡിയോ പ്ലെയർ ചെയ്യുന്നതിന് മുന്നേ അവരുടെ പുതിയൊരു സാധനം ഇറങ്ങണം. അതും കൂടെ ഇതിലൊക്കെ ജോണി സാഗരികയുടെ പരസ്യമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അടിപൊളിയായിട്ട് ചിലതായാലും അയ്യോ ദേ നോക്ക്, ഫോർ ദ പീപ്പിളിലെ ലജ്ജാവതിയെ ജാസി ഗിഫ്റ്റിന്റെ ഫോട്ടോ വെച്ചിട്ട് അതൊക്കെ ഈ ലജ്ജാവതി ഒരു ഓളം സൃഷ്ടിച്ചു. ഈ കാസറ്റ് വഴിയാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. റെക്കോർഡ് വിൽപ്പനയായിരുന്നു. അല്ല, കാസറ്റ് വഴിയാണ് നമ്മളൊക്കെ ഇത് കേൾക്കുന്നത് ദൂരെ. അപ്പോഴാണ് എന്താണ് ഇത്, ആരാണ് അന്ന് വായിക്കാൻ എഴുതാണ്ട് വായിച്ചു. ഞാൻ പാട്ട് പാടിയപ്പോ ലിറിക്സ് വരെ കൊടുക്കുന്നത് ഇതിന്റെ ഈ ഇതില് ഇവിടെ ലജ്ജാവതി എന്നുള്ള കാസറ്റിന്റെ ഇതിലുണ്ടോ, ഈ കാസറ്റിന്റെ പാട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പാടണവനാ കാലത്ത് രാജാവായിരുന്നു. സത്യം, ഇത് ഫുള്ളായിട്ട് പാടുന്നവൻ അന്നത്തെ കാലത്ത് രാജാവായിരുന്നു. ലജ്ജാവതി അന്ന് ക്ലാസ്സിൽ വന്നു പാട്ട് മലയാളത്തിന്റെ പഠിക്കില്ല, കണ്ടാൽ വൃത്തമൊക്കെ ഇതൊക്കെ ഓർക്കുന്നത്. ഇതൊക്കെ സിമ്പിളാ, സത്യം സിമ്പിള്. പറഞ്ഞാൽ അന്ന് പോലെ പറഞ്ഞ മറ്റൊരു പുസ്തകം ഉണ്ടല്ലോ, പാട്ട് ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ, പഴയ ചലച്ചിത്ര ഹിന്ദി ഗാനങ്ങൾ. ഇവിടെ ഇത് തന്നെ സാധനം, അത് തന്നെ. ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചേ? ഇതൊക്കെ നമ്മുടെ തന്നെ ആ കാലത്ത് കേട്ടോ. ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കിട്ടും. അപ്പൊ ഇപ്പൊ ഇച്ചിരൂടെ ഒക്കെ പുതിയ ഗാനങ്ങളായി. ഇപ്പൊ പിന്നെ എല്ലാം നമ്മുടെ ഒറ്റ ഞൊടി കൊണ്ട് നമുക്ക് ഇടുന്ന കാര്യം വരെ മറന്നുപോയി, മനസ്സിലായോ? മറ്റേ ഇത് കണ്ടോ, ഇതൊക്കെ ഇതിൽ വേറൊരു സാധനം ഉണ്ട്, അത് ഞങ്ങളുടെ ഇല്ല. ഒന്നുമില്ല, കലാഭമണിയുടെ നാടൻ പാട്ടുകളൊക്കെ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് എന്നിട്ട് ഇതിൽ കോമഡി എന്താ പറയാ, നമുക്ക് ഇതിന്റെ ട്യൂൺ അറിയാം, പക്ഷെ പാടി വരുമ്പോ ട്യൂണ് വേറും.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? നമ്മൾ ആ ട്യൂണ് മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പാടും. കേൾക്കുന്നവന് ഇത് എന്താടാ 90s കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഞാനതിലൊരു വസന്തമല്ലേ. കിഴക്കുദിക്കണ സൂര്യനെ പോലെ എനിക്കുണ്ടോരു കുഞ്ഞങ്ങള, എല്ലാവർക്കും മംഗളമാരുണ്ട്, എനിക്കുണ്ടോരു ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഇത്. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് പാടി കണ്ണിമാങ്ങ. ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എടുത്ത് വെച്ചെന്നുള്ളൂ. സത്യം സത്യം. നമുക്ക് ഞാൻ വീട്ടിലെ 90s പാട്ടുകളാണ്. ഞങ്ങൾ സന്തോഷത്തിലാണ്. ആ ഇതല്ലേ. അയ്യോ എനിക്ക് എന്നാ സങ്കടം എന്നറിയാം. എനിക്ക് ഇതൊക്കെ എന്റെ കൂട്ടുകാരന്റെ പേരാ. ഞാൻ 7ാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ് പഠിച്ചല്ലേ. ഇതാരുടെയാണ്? പണ്ടൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ്. നീ നമ്മളെ കൊണ്ടുവരണം കേട്ടോടാ, നീ അത് പുതിയത് കൊണ്ടുവരണം അല്ലേ പിള്ളേരെ. പക്ഷേ ഭയങ്കര നൊസ്റ്റ് ഫീൽ ചെയ്യുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. ഇത് ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു ഇത്. പക്ഷെ ഇപ്പം നമുക്കൊക്കെ എല്ലാം ഞൊടിയിടയിൽ എന്താണ് സിമ്പിളായിട്ട് റീചാർജ് ചെയ്യുക. ഇപ്പം തന്നെ ഇന്ന് ഞാൻ 51 രൂപയ്ക്ക് എൻ്റെ ഫോൺ റീചാർജ് ചെയ്തതേ. പണ്ട് കടയിൽ പോകണം, കാർഡ് മേടിക്കണം. ഇന്ന് കടയിൽ പോകുക പറഞ്ഞാൽ നമുക്ക് കുറച്ചില്ല. ഞാനിപ്പോൾ റീചാർജ് ചെയ്യാം, കടയിൽ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചിട്ട് പോലെ ഫീൽ ചെയ്യും. നമ്മുടെ കൈ കാശില്ലാത്ത പോലെയൊക്കെ ഒരു ഫീലിംഗാണ്. മനസ്സിലായി? നമ്മുടെ അക്കൗണ്ടിലൊന്നൊരു 10 സത്യത്തിലൊന്നുമില്ല, കടയിൽ പോകാന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചിലില്ലേ. എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്കെന്തോ അവിടെ ചെന്നിട്ട് ചേട്ടാ നമുക്ക് എന്തോ പ്ലാനിനെ കുറിച്ചൊന്നും അറിയാൻ മേലാത്ത പോലെ ഒരു ഫീൽ. ചേട്ടാ അതേതാ പ്ലാൻ? പ്രായമായവരാണ് കൂടുതലും കടയിൽ ചെന്ന് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ്, നമ്മൾ ഈ 90 പറയുമെങ്കിലും ഞങ്ങളെപ്പോലുള്ള 2000 മേളിലുള്ളവർ. ഞാൻ 2000 മേളിലാണ്. അത് മനസ്സിലായി. ഇത്രയും കഥ കേട്ടതല്ലേ. ദേ റെനോൾഡ്സിന്റെ പേന, എന്റെ ദൈവമേ. ഇത് ഇറക്കലല്ല അന്നത്തെ മെയിൻ. നല്ല സ്യൂട്ട് ആവണ പേന വേറെ ഇല്ല. സത്യം. ഇങ്ങനെ കിടക്കും. പേനാഞ്ഞൊട്ടിയൊക്കെ കളിച്ചിട്ടുണ്ടോ? പേനാഞ്ഞൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ആടിച്ച് തെറിപ്പിച്ച് കളയും. പിന്നെ മറ്റേ ഉണ്ടല്ലോ ടെക്നോ ടിപ്പ്, സെല്ലോ ടെക്നോ ടിപ്പ്, റെനോൾഡ്സ്, പിന്നെ എണ്ണുണ്ടല്ലോ സ്റ്റിക്കീസി. പിന്നെ മറ്റേ 2 രൂപയ്ക്ക് ഞെക്കുന്ന മൂട്ടി ഞെക്കുമ്പോ മറ്റേ 2 രൂപയുടെ 2 രൂപയുടെ നിന്ന് ചിരിക്കുക അല്ലെ? ഓർക്കുന്നില്ല അതൊക്കെ? ഇപ്പൊ മനസ്സിലായല്ലേ? അങ്ങനെയുള്ള കുറെ നിങ്ങളിങ്ങനെ ഭയങ്കര നൊസ്റ്റ് ഫീൽ ചെയ്യുമ്പോഴേ നമുക്കും ഭയങ്കര സന്തോഷം. ഇത് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വരുമോ, ഓർമ്മ വരും. അവരെല്ലാം ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വിട്ടിരിക്കും. ഞാൻ ഉറപ്പ് പറയാം. പിന്നെ ഇതേ അടുത്ത സാധനമാണ്. അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സാധനത്തിൻ്റെ പേരാണ് റെക്കോർഡ്. ഇതിന് മറ്റേ ഇതില്ല, ആ ഗ്രാമഫോണിന്റെ റെക്കോർഡർ അല്ലേ? അതല്ല ഗ്രാമഫോണല്ല, ഇത് ഇലക്ട്രിക്കാ. അത് കഴിഞ്ഞിറങ്ങിയ വിനൈൽ റെക്കോർഡ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇത് മറ്റേന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിയുണ്ട്. ഗ്രാമഫോണിനൊക്കെ ഇത് ഇലക്ട്രിക് ആയിട്ട് വന്നപ്പോ PVC ആണത്. PVC പ്ലാസ്റ്റിക് ഇല്ലേ, അപ്പൊ ഇതിനകത്ത് പാട്ടുണ്ടാവോ? ഇതാണ് ഓരോ പാട്ടാണ് ഈ ലൈനിന്റെ ഇടയ്ക്കുള്ളത്. അതിൽ ഇത്രയും പാട്ടുണ്ട്. ഇത്രയും പാട്ടുണ്ടല്ലേ? ഒരു സൈഡ് 1 2 3 4 5 6 7 8 9 10. ജോസഫേ കുട്ടിക്ക് എണ്ണാൻ അറിയാം. ഇതും 10 ആയിരിക്കും അല്ലേ? അപ്പൊ ഇത്രയും ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് ഇത്രയും. ഇപ്പൊ ഹിന്ദിക്ക് ആണെങ്കിൽ ഒരു 4-5 എണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ലോങ് ആയിരിക്കും. ഇത് ചെറിയ പാട്ടുകളായിരിക്കും. ശരിക്കും ഒരു 10 പാട്ട് 12 പാട്ടൊക്കെയാണ് ടോട്ടൽ ഉണ്ടാവുള്ളൂ റെക്കോർഡിൽ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ നാള് പാട്ട് സേവ് ചെയ്യണ ഏക ഒരു ആണല്ലേ? ഇതങ്ങനെ പോവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ വാഷബിളാണത്. വാഷ് ചെയ്യാം. ഇതൊക്കെയും വരുത്തിച്ചതാണോ? അല്ല, ഇതൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്താണ്. എല്ലാ ടൈപ്പിലും നമ്മളൊന്ന് പാട്ടായിട്ട് നോക്കണം. ഇതും അങ്ങനത്തെ തന്നെയാണോ? അല്ല, അതെ, ഇത് ഇംഗ്ലീഷാണ്. ഫീമെയിൽ അനിമൽ. ഇത് ഏറ്റവും കൂടുതൽ മറ്റേ CD ഇല്ല കയ്യില്? CD കുറച്ച് താഴെ ഇരിക്കുന്നുണ്ട്. അതതിന്റെ ചെറുത്. ഇതിന്റെ ചെറുതല്ലേ? ഇത് EP എന്ന് പറയും, മറ്റേത് LP. EP LP അല്ലേ? ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. എക്സ്റ്റൻഡഡ് പ്ലേ, അത് ലോങ് പ്ലേ. അത് ഓക്കെ. പക്ഷെ ഞങ്ങൾ ഇത്രയും റിച്ച് അല്ലായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ ലോക്കൽ കളികളെ ഉള്ളായിരുന്നു. ഈ കളികളിലോട്ട് ഇതൊക്കെ 80s-ലേക്കാണ്. അതുകൊണ്ടാണ് കാണാത്തെ. ഇനി അത് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഞങ്ങളുടെ ഒന്നും നാട്ടിലേ ഇങ്ങനെയൊന്നും ഗൾഫുകാരില്ല എൻ്റെ നാട്ടില്. അപ്പം സാധാരണക്കാരനാ ഈ ഒരു കാസറ്റ്, ഈ പറഞ്ഞ ടേപ്പ് റെക്കോർഡ്, അതൊക്കെ ഞങ്ങൾക്ക് ഇത് തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് അത്യാവശ്യം ആൾക്കാരുടെ ഉള്ളു. വലിയ ആൾക്കാരുടെ ഇതുപോലത്തെ സെറ്റുകൾ കാണാൻ പറ്റുള്ളൂ. അത് CD-കളാണ് എല്ലാവരും. ഇതിപ്പോ എല്ലാരും മറ്റേ വേറൊന്നുമില്ലായിരുന്നു, ഒരു വലിയ CD ഇല്ലായിരുന്നോ? അത് കുറവ്. അത് എവിടെ ഇരിക്കണം? അയ്യോ, ഇത് അതായിരുന്നോ?
ഞാൻ ഓർത്ത് എന്നാന്നറിയാം, ഇത് കാണിച്ചേ, ഞാൻ ഓർത്ത് വിജയോറും നിങ്ങൾ മറ്റേ ഒരു നമ്മള് 7, 8, 9 എങ്ങാണ്ട് ഫിസിക്സിനകത്തൊരു സാധനം പഠിക്കൂലേ, ഇതിലേ വരുന്ന പ്രകാശം ഇങ്ങോട്ടേക്ക് പോകുമ്പോ മഴവില്ലുണ്ടാകുന്നത് എങ്ങനെ, ഇത് മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. ഇത് പിങ്ക് ഫ്ലോയിഡിന്റെ ആള് കേൾക്കരുത്, അറിയാവുന്നവര് കേൾക്കരുത്. അല്ല ഞാൻ സത്യത്തിൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ മഴവില്ലിന്റെ ഒരു ഇതാണ് ലേസർ ഡിസ്ക് ആദ്യം പറഞ്ഞത്, അതായത് സിഡിക്ക് മുമ്പുള്ള ഇത് കണ്ടിട്ടില്ല കേട്ടോ, എന്റെ ലൈഫിലും ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. വലിയ സിഡി, അത് ഇന്ത്യയിലധികം ഹിറ്റല്ല, അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. കാരണം ഇത് ഉണ്ടാവും, ലേസർ ഡിസ്ക് ഉണ്ടാവും, പക്ഷെ അതിന്റെ പ്ലെയർ ഭയങ്കര റയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ വലിയതാണ്. സിനിമകളിൽ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. ഈ പറഞ്ഞ ഈ സാധനമാവട്ടെ, ഇതിന്റെ മറ്റേത് ഗ്രാമഫോൺ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്, അപ്പൊ നമുക്കൊരു സിനിമയാണെങ്കിൽ 4 വേണം, ഇത്രയും വലിയത്. അപ്പൊ അത് ക്യാരി കൊണ്ടുപോയി അര കിലോ ഉണ്ടാവും. അല്ല പണ്ട് CD ഒക്കെ റൈറ്റ് ചെയ്ത് പിടിക്കാന്നൊക്കെ പറയുന്ന മറ്റേ കള്ള CD ഇറക്കാന്നുള്ള ഇതുണ്ടല്ലോ, ഇല്ല ഇനി അതും കൂടെ എന്റെ തലയെ കയറ്റി പോയി, ബാക്കിയെല്ലാം കഴിച്ച് കള്ള CD ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പണ്ട് CD കടയിൽ മറ്റേ സെർച്ചിനൊക്കെ വരുമ്പോഴത്തേക്ക് CD ഒഴിപ്പിക്കത്തില്ല. ഇല്ല എനിക്ക് കടയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ CD എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കും. ഈ പള്ളിയിലൊക്കെ, ഞങ്ങളുടെ പള്ളിയുണ്ട്, ആ പള്ളിയിലൊക്കെ അവർ CD ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിക്കും ഇങ്ങനെ എന്താ CD എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇത്രയും കളക്ഷൻസ്, മറ്റേ വേറെയുള്ള ആന്റി കളക്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഇലക്ട്രോണിക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഇവിടെ സാധനങ്ങൾ. പിന്നെ ചെറിയ ചെറിയ ഓരോ മൈക്രോ റെക്കോർഡ് ഉണ്ട്. ഓക്കെ, അത്ര ഈ പറയുന്ന ഇത് ഇപ്പൊ ഈ പറയുന്ന ഡെസ്കും അല്ലെങ്കിൽ ഈ മേശയും ഇതും നാട്ടിലുള്ള ആളുകൾക്ക് വന്ന് 10 മിനിറ്റ് ഇരുന്ന് എല്ലാവരും ഒന്നും പറയല്ല, കാരണം ഇതിനോട് ഇൻട്രസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫീല് തോന്നിയില്ല. 90s ആൾക്കാണ് അതിന്റെ ഒരു പവർ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലതായിരിക്കും, അല്ലാതെ ഇവിടെ വന്നിട്ട് എന്നാന്ന് അവർക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ കളിക്കാം. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാം, കാണാം, എൻജോയ് ചെയ്യാം, ലോക പാട്ട് എന്താന്ന് കേൾക്കാം. ആ ഒരു ഫീല് ശരിയാ. ശരി, ഞാൻ ഉള്ളവർക്ക് ഒറ്റയടിക്ക് അനലോഗ് പാട്ട് കേൾക്കുമ്പോ ഒരു വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു ഫീല് മിസ്സിംഗ് ഉള്ളവർക്ക് വരാം, കേൾക്കാം. അല്ല ഞാൻ ഒറ്റ വന്നിട്ട് എന്റെ എത്ര കാലത്തെ കഥകൾ പറഞ്ഞു, അപ്പൊ അതുപോലെ എത്ര ആളുകൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ നമുക്കൊരു എന്താ പറയാ, ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ പേര് ഫ്രണ്ടിൽ കണ്ടായിരുന്നു, ഓഫ്ലൈൻ സ്പേസ് നീഡ്. അപ്പൊ അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരാള് ഒരുപാട് സമയം സ്ക്രീൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവൻ കമ്പ്യൂട്ടർ, ഓഫീസിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ വീട്ടിൽ വന്ന TV, ഹെൽമെറ്റ് വെക്കുമ്പോൾ മാത്രമേ തല ഇങ്ങനെ പിന്നെ വീട്ടില് ഫോൺ. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മള് കാറിൽ പോയാൽ പോലും കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇങ്ങനെയാ. മൊബൈൽ മറ്റേ ഇപ്പൊ മേളിൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കാം. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആണോ, സത്യമാണ്. ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അത് ഇപ്പൊ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 12 മണിക്കൂറോളം നമ്മൾ സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പേസിൽ അങ്ങനത്തെ ഒരു ഡിജിറ്റൽ ഡിവൈസുകളൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, മിണ്ടി പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പാട്ട് കേട്ടിരിക്കുമ്പോൾ ഒരു 1 hour എങ്കിലും കുറയും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. അഞ്ചിമേ എന്തോ ഉണ്ട്, എന്തോ ചങ്കിനതൊക്കെ ടെൻഷൻ പിടിച്ചിട്ടാ വരുന്നത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനിങ്ങനെ കട്ടയ്ക്ക് നമ്മളൊരു ഇതെന്താണ്, നമ്മൾ പെയ്ഡാണ് ഇത് മേടിച്ചേക്കുന്ന എല്ലാ സാധനവും നമ്മൾ കാശ് കൊടുത്തിട്ടാണ്. ഇപ്പോൾ പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ ഒരു രസമായിരുന്നു, 2, 3, 4, 5 എണ്ണമൊക്കെ ആകുമ്പോൾ എന്താണെന്നൊരു ചോദ്യം വരും. പിന്നീട് നമ്മളതിന് അത് അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ ഒരു ആഗ്രഹമാണ്, അയാളുടെ ക്രേസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിൽക്കുന്നില്ലേ, അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇപ്പം ഇതുപോലെ പുതിയതായിട്ട് അവർ ഇത് വെല്ലോട്ട് ബിൽഡിംഗ് എടുത്ത് അല്ലേ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ആളുകളിലേക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് സ്നേഹം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നോട് കുറച്ച് പറഞ്ഞില്ല, ആളുകൾക്ക് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ആ റിലാക്സ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. 10 മിനിറ്റ് നമ്മളുണ്ടൊരു ദൂരെ ചിരിച്ച്, ഈ വീഡിയോ മൊത്തം ഞങ്ങളുടെ ചിരിയാ, അതൊന്ന് കംപ്ലീറ്റ് ചിരിയാ. കാരണം ഞങ്ങൾ 2 പേരും 90കളിൽ ഉടായിപ്പായിരുന്നു. ഞങ്ങൾ ഇരുന്നും കിടന്നു ഒക്കെ ചിരിച്ചത് അവിടെ കിടന്നിട്ട് ആന്ന്. അപ്പം നമുക്കറിയാം നമ്മളൊക്കെ എന്തൊക്കെയാണ് സ്കൂളിലും കോളേജിലൊക്കെ ചെന്നത്. ചില പടങ്ങളൊക്കെ കാണുമ്പോൾ ഇത് നമ്മളല്ലേ, ചിലപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും നമുക്കൊക്കെ കിട്ടിയേക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഇവർ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആർക്കെങ്കിലും കാണണം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി തോന്നുന്നുണ്ട്. ഇതെല്ലാം ആയിട്ട് പാട്ടിട്ടിട്ട് ടേപ്പ് റെക്കോർഡും വെച്ചിട്ടേ ഈ പണ്ട്
ഞാൻ ആ മറ്റേ പാട്ട് ആ ഹെഡ്സെറ്റ് വെച്ചത് കുടജാദ്രി ഓക്കെ കുടചൂടു അവൾ അങ്ങനെ വെച്ചിട്ട് നടക്കുന്നിരുന്നുണ്ട്. പിന്നെ ഈ കാസറ്റുമായിട്ട് ഇങ്ങനെ ടേപ്പ് റെക്കോർഡറായിട്ട് പോകുന്ന പടം ഏതെന്ന് എനിക്ക് രജിസ്റ്റർ ആവുന്നില്ല, പക്ഷെ മൈൻഡിൽ എവിടെയുണ്ട് ഇങ്ങനെ നടന്ന് മിക്കപ്പോഴും നായകനെയൊക്കെ കാണിക്കുമ്പോൾ ടേപ്പ് റെക്കോർഡ് കാണും. അപ്പം അതുപോലെ നമുക്ക് കുറേ നൊസ്റ്റും ഒക്കെ തന്ന നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് എവിടെയാ പറയുക, വണ്ടർല കഴിഞ്ഞിട്ട് ഏകദേശം 2-2.5 കിലോമീറ്റർ അല്ലേ, പള്ളിക്കര കഴിഞ്ഞിട്ട് 2-2.5 കിലോമീറ്റർ വന്നാൽ മതി. 5 മെയും ഇങ്ങ് വന്നേ കുഞ്ഞു. പേരെങ്ങനെയാ മോന്റെ പേര് പറയോ? യാഷി. ഇവരുടെ വീട്ടിലേക്ക് വന്നാൽ മതി. ഇവരുടെ വീട് അത്ര നല്ല രസമാണ്. എനിക്ക് തന്നയാൾ റേഡിയോ എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ തന്നെ. റേഡിയോ അല്ല കേട്ടോ, ടേപ്പ് റെക്കോർഡറാണ്. ഇവരുടെ കുഞ്ഞു സന്തോഷത്തിൽ ഇവർ നമ്മൾക്കും കൂടെ തന്നിട്ടുണ്ട് സ്നേഹം. എനിവേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഞങ്ങളെപ്പോൾ ആളുകളെ ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ 1.5 മണിക്കൂറായി ഞങ്ങൾ നിർത്താതെ ചിരിക്കുന്നത്. ഷമീർക്കൊക്കെ അറിയാം, ഷമീർക്കൊക്കെ 90-ഉം 80-കളുടെ ഷമീറൊക്കെ മിണ്ടാണ്ടിരിക്കുന്നത്. സി ഡി ഓടിച്ചിട്ട് പിടിച്ച ടീം അവരൊക്കെ, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക. ആന്ന് ഇതൊക്കെ അമ്മക്കറിയാം. ഷമീർക്കൊക്കെ ഇല്ലേ? ഷമീറൊക്കെ ഇത് കണ്ടപ്പോൾ നൊസ്റ്റു, കോളേജ് നൊസ്റ്റു ഇല്ലേ? അതാണ് നമ്മളുടെ ഒരു ലൈഫിലൊരു കുഞ്ഞു നൊസ്റ്റു വന്നിട്ടുണ്ട്. ക്യാമറ പിടിച്ചവൻ കണ്ടാൽ ഞങ്ങളുടെ ഏജ് ഉണ്ടെങ്കിലും കൊച്ചു പയ്യനാ അവൻ. പക്ഷെ പുതിയ ടെക്നോളജിയിലെ അവൻ ഇന്റർനെറ്റിലെ സാധനങ്ങൾ അറിയത്തുള്ളൂ. അത് ഞങ്ങൾ ഹിസ്റ്ററി വെച്ച് കണ്ടുപിടിച്ചോ അല്ലേ? അതും കഴിയാ. അപ്പൊ എന്താണെങ്കിലും വളരെയധികം സന്തോഷം കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ, 10 മിനിറ്റ് സംസാരിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.